നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. ആരോഗ്യരംഗത്ത് മറ്റ് വൻകിട രാഷ്ട്രങ്ങളെ പോലും അസൂയപ്പെടുത്തുന്ന വിധം വലിയ വികസനം കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും കേരളത്തിന്റെ വിദൂര സ്വപ്നമായി അവശേഷിക്കുകയായിരുന്നു എയിംസ് എന്നത്. പല പ്രാവശ്യം അതിനുവേണ്ടി ഓരോ കാലങ്ങളിലെയും സംസ്ഥാന സർക്കാരുകൾ കേന്ദ്രത്തിനോട് സമ്മർദ്ദം ചെലുത്തിയെങ്കിലും എയിംസ് എന്ന സ്വപ്നം മാത്രം പലവിധ കാരണങ്ങൾ കൊണ്ടും സഫലീകരിക്കാതെ പോവുകയായിരുന്നു. ഒടുവിൽ കേരളത്തിന്റെ ദീർഘകാലമായുള്ള ആഗ്രഹത്തിന് പൂർത്തീകരണം സംഭവിക്കാൻ പോകുന്നു. എയിംസ് സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ പോകുന്നതിന് ചുക്കാൻ പിടിക്കുന്നത് മറ്റാരുമല്ല, കേരളത്തിന്റെ സ്വന്തം സൂപ്പർ സ്റ്റാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെയാണ്. എന്ത് വില കൊടുത്തും കേരളത്തിൽ എയിംസ് കൊണ്ടുവരുമെന്ന് തന്നെ വിശ്വസിച്ച് വോട്ട് നൽകി വിജയിപ്പിച്ച കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി കൊടുത്ത വാക്ക് പാലിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എയിംസ് കേരളത്തിൽ വന്നാൽ അത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ അഭൂതപൂർവമായ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എയിംസ് അനുവദിക്കണമെന്ന കേരളത്തിന്റെ കാലങ്ങളായുള്ള ആവശ്യത്തിൽ നിലപാട് ഇന്നലെയാണ് കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. ഇനി എയിംസിന് തറക്കല്ലിട്ട ശേഷം മാത്രമേ വോട്ട് ചോദിക്കാനായി വരികയുള്ളൂ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഇത്തരത്തിലൊരു കടുത്ത തീരുമാനം പൊതുജന സമക്ഷം പരസ്യമായി പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ പറഞ്ഞ വാക്കിൽ അണുവിട മാറ്റം വരാതെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി കേരളത്തിന് സ്വന്തമാകുമെന്ന് ഉറപ്പാണ്. കേരളത്തിലെ എയിംസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനോടാണ് എയിംസിനു വേണ്ടി ഒരേ ഒരു ഓപ്ഷനെ സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളൂ എന്ന് അദ്ദേഹം മറുപടി നൽകിയത്. ഇതിനായി 3 ഓപ്ഷനുകളാണ് നൽകേണ്ടത്. എന്നാൽ ആ ഒരു ഓപ്ഷന് വേണ്ടി ഇത്രയും ശാഠ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള മറ്റു കാര്യങ്ങൾ അന്വേഷിക്കൂ എന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. തന്റെ കാലാവധി പൂർത്തിയാക്കും മുൻപ് എയിംസ് പ്രഖ്യാപിക്കുമെന്നും എന്ത് തർക്കമുണ്ടെങ്കിലും അതിന് തറക്കല്ല് പാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേരളത്തിലെ എയിംസ് എന്ന പദ്ധതി പ്രഖ്യാപിച്ച് അതിന് വരേണ്ട സ്ഥലത്ത് എന്ത് തർക്കമുണ്ടെങ്കിലും അതിന്റെ തറക്കല്ല് പാകിയിട്ടേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചോദിക്കാൻ വരൂ എന്ന സമീപനമായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. കാലങ്ങളായി കേരളം ഉന്നയിക്കുന്ന പ്രധാന ആവശ്യമായ എയിംസിനോട് കേന്ദ്ര സർക്കാർ മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. നേരത്തെ എയിംസ് സ്ഥാപിക്കുന്നതിനായി കോഴിക്കോട് കിനാലൂരിലാണ് സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികളൊക്കെ പൂർത്തിയായി എങ്കിലും കേന്ദ്രത്തിന്റെ നടപടികളിലെ കാലതാമസമാണ് ഇതിന് തിരിച്ചടിയാവുന്നത്. 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടെങ്കിലും ഇതുവരെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായിട്ടില്ല. അതേസമയത്ത് കേരള തീരത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങളിൽ കേന്ദ്രമന്ത്രി ആശങ്കയും അറിയിച്ചു. കപ്പൽ അപകടത്തിൽ കേസ് കൊടുക്കേണ്ട, നഷ്ടപരിഹാരം മതി എന്ന് സംസ്ഥാനം തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിട്ട് അല്ലല്ലോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. മത്സ്യത്തൊഴിലാളികളെ അടക്കം ബാധിക്കുന്ന വിഷയമാണിതെന്നും നിയമ നടപടി വേണമോ എന്ന് സംസ്ഥാനം തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സുരേഷ് ഗോപി തന്റെ നിലപാട് വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ ലോകം മുഴുവൻ പ്രധാനമന്ത്രിയെ പ്രകീർത്തിക്കുകയാണ്. അതിനാൽ ശശി തരൂരിനും പുകഴ്ത്താം. തരൂരിന്റെ നിലപാടിൽ സംഘചായ്വുണ്ട് എങ്കിൽ അതിൽ വ്യക്തത വരുത്തേണ്ടത് അദ്ദേഹം തന്നെയാണ് എന്ന് സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. ശശി തരൂരിനെ തുടർച്ചയായി മോദിയെ പ്രകീർത്തിക്കുന്നതിലും സർവകക്ഷി സമ്മേളനത്തിന് BJP നേതാക്കന്മാരോടൊപ്പം ലോക പര്യടനം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടതിലും വലിയ അതൃപ്തി കോൺഗ്രസിനിടയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു പരാമർശം സുരേഷ് ഗോപി നടത്തുന്നത്. ശശി തരൂർ തന്നെ മോദിയോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കട്ടെ എന്ന് പറയുന്നതോടെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ചൂണ്ടക്കുളത്ത് കൂടി സുരേഷ് ഗോപി ഇട്ടുവെക്കുകയാണ് ചെയ്തത്. തരൂർ തിരിച്ചെത്തുന്നതോടെ തരൂരിനു മേൽ സമ്മർദ്ദവും കടുത്ത നടപടികളും അണിയറയിൽ ഒരുങ്ങുന്നതിനിടയിൽ സുരേഷ് ഗോപിയുടെ ഈ നിലപാട് തരൂരിന് വ്യക്തമായ ഉത്തരം സമൂഹത്തിന് മോദി അനുഭാവത്തിൽ കൊടുക്കേണ്ടി വരും. കാര്യങ്ങൾ എന്തു തന്നെയായാലും കേരളത്തിന് എയിംസ് ലഭിക്കുമെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ ഭരണകാലത്തിന്റെ കണക്കു പുസ്തകത്തിൽ സുവർണ ലിപികളിൽ കേരള മനസ്സുകൾ എന്നും രേഖപ്പെടുത്തി വെക്കുമെന്ന് ഉറപ്പാണ്.